ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് നോക്കിവിട്ട് പോകേണ്ട ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ എക്സാമിലേക്ക് പോവരുത്. ഈ വീഡിയോ കണ്ട് ഇതിലെ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോവാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ലൈവ് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പറയുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളുടെ ലൈവിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് നേരെ ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നോക്കാം. നേരെ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. സോ മക്കളെ, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പേപ്പറിൽ ഓരോ മൊഡ്യൂളിലും ഏതൊക്കെയാണ് എക്സാമിന് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്കുകൾ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് ഫസ്റ്റ് രണ്ട് മൊഡ്യൂളുകളിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ ഈസിയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് നോക്കിയിട്ട് പോയാൽ അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പ്രത്യേകത. സോ അതിൽ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്കാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോക്കിയിട്ട് പോകണം. ഇതിലൊന്നും ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ മക്കളെ. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലമാറ്റിക് പേപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയാൽ മതിയെ. അതിൽ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1-ൽ നിന്ന് 6 സമ്മിൻ്റെ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ആവുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ രണ്ട് രൂപത്തിലാണ് അവിടെ എക്സാമിന് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് വൺ, ഇപ്പോൾ 2 മാർക്കിനൊക്കെയാണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അത് സെപ്പറബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഇനി അങ്ങനെയല്ല, അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ ഉണ്ടാവാറുണ്ട്, 2 ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. ഒന്ന് സെപ്പറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, രണ്ടാമതായിട്ട് അങ്ങനെ പ്രൂവ് ചെയ്തതിന് ശേഷം ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും. ആ രീതിയിൽ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തരാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവുന്നതെന്നും അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഒരു ഇക്വേഷൻ തന്നിട്ട് അത് എക്സാക്റ്റ് ആണ് എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്സേയിലും 10 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്നൊരു കേസ് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നതിന് ശേഷം അത് എക്സാക്റ്റ് ആണെന്ന് പറയും. എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും വേരിയബിൾ ഉണ്ടാവും. എന്നോ ബിന്നോ കെ എന്നോ കൂടുതൽ വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വാല്യൂ കണ്ടുപിടിച്ച ആ പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. 10 മാർക്കിനൊക്കെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പാർട്ട് 1 ലൈവിനകത്ത് അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലൈവ് ചെക്ക് ചെയ്യാവുന്നതാണ് അത്തരം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവിടെ ഞാൻ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വളരെ ലെക്കായിട്ട് വരാറുണ്ട്. കാരണം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചാൽ വെറുതെ കിട്ടും 2 മാർക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് പോകണം, ഒന്ന് വായിച്ചിട്ട് പോകണ്ട മക്കളെ. എക്സിസ്റ്റൻസ് ഓഫ് യുണീക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത് കേട്ടോ വായിച്ചിട്ട് പോകാൻ. സോ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 3 ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിനും എസ്സേയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിക്കവാറും എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും വരാനിരിക്കുന്ന 2025 6th സമ്മിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ട് മൊഡ്യൂൾ 1-ൽ വരാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻ എവിടെ നിന്നാ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാട്ടോ. സോ ശ്രദ്ധിക്കണം. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോ. എസ്സേക്ക് 10 മാർക്ക് ഷുവറാ എക്സാക്റ്റ് പഠിച്ചു പോയാൽ. ഓക്കെ, സോ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. നെക്സ്റ്റ് മൊഡ്യൂളിൽ അവിടെ നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് വരുന്നുണ്ട്, റോൺസ്കിയൻ വരുന്നുണ്ട്, ആൻഡ് നോൺ ഹോമോജീനിയസ് ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ആ ടെക്നിക്കുകൾ പഠിച്ചിട്ട് പോണേ. ഓരോന്നും ഈക്വൽ ടു വരുന്ന കേസിൽ ഓരോ ഫങ്ഷൻ വരുന്ന സമയത്തും
ഓരോ ഫംഗ്ഷൻ വരുന്ന സമയത്തും എന്താണ് സൊല്യൂഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ആ ടോപ്പിക്കുകൾ ആ ഒരു ഫോർമുലകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകണേ. ഓക്കെ, ഈ റോൺസ്കിയൊക്കെ കാണാൻ ഡയറക്റ്റ് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. റോൺസ്കിയൊക്കെ വളരെ ഈസിയാണ് കാണാൻ അല്ലേ മക്കളെ, 2 മാർക്ക് കിട്ടാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെ കൂടുതലും കാണാറുള്ളത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും കാണാറുള്ളത് എവിടെയാണെന്നറിയോ? രണ്ടാമത്തെ പാർട്ടിലാണ്, പാർട്ട് ബിയിലാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോയാൽ ഏതൊരാൾക്കും ഒന്ന് നോക്കിപ്പോയാൽ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ അതിൽ കാണുന്ന സൊല്യൂഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, കുറച്ച് ഫോർമുലകൾ പഠിച്ചു വെക്കണ്ട, ഒന്ന് മനഃപ്പാഠമാക്കിയാൽ അതൊന്ന് പഠിച്ചു വെച്ച മക്കളെ അതിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് പോവാം. തേർഡ് മൊഡ്യൂളിൽ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും, f(t) തരും, എന്നിട്ട് നിങ്ങളോട് എന്ത് പറയും? ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണമെന്ന് പറയും. വളരെ ഈസിയാണ്. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ചില ബേസിക് ഫങ്ഷൻസിൻ്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ദെൻ ലാപ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതുണ്ട്. ഞാൻ ലൈവിൽ പറഞ്ഞ കേസാണ്, ഷുവറായിട്ടും അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതും ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസ് അതൊക്കെ. ഈ വീഡിയോ കണ്ടത് ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയോ? നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പാസ്സാവുമെന്നല്ല ഞങ്ങൾ പറയുന്നത്, 100 മാർക്ക് കിട്ടും. 100 മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ തേർഡ് മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലാപ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതും നിങ്ങൾ നോക്കിയിട്ട് പോകുക. അതുപോലെ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനും. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർത്ത് മൊഡ്യൂളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ, ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, y(π) = a എന്ന രൂപത്തിലെ ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഫോറിയർ സീരീസ് സൊല്യൂഷൻ വരുന്ന ടൈപ്പ് ഫോറിയർ സീരീസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആൻഡ് ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും എപ്പോഴാണ് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, ഈവൻ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, ഓഡ് ഫംഗ്ഷൻസ്. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. ഒരു വർഷം ഈവൻ ഫംഗ്ഷനാണ് ചോദിച്ചതെങ്കിൽ അടുത്ത വർഷം ഓഡ് ഫംഗ്ഷനാണ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്ത് രണ്ടും കൂടെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും അതിന് മാർക്ക് കിട്ടും. വളരെ ഈസിയാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും നമ്മളുടെ ലൈവിൽ അവൈലബിൾ ആണ് മക്കളെ. അത് നോക്കിയിട്ട് പോയി പഠിച്ചോ, ഡിഫറൻഷ്യൽ ഇക്വേഷന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും യൂണിപ്രപ്പും ഞങ്ങളുടെ ടീമും നിങ്ങളുടെ കൂടെയുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.